ഈ ദുരന്തത്തിൻ്റെ ഒരു നേർചിത്രമായി നിൽക്കുന്നത് വെള്ളാർമല GVHS സ്കൂളാണ്. ഏതാണ്ട് പൂർണ്ണമായി തകർന്നു കഴിഞ്ഞു. ഇവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട് എന്നാൽ വിദ്യാർത്ഥികളടക്കം മരണപ്പെട്ടു പോയ ഷോക്കിലാണ് ഈ സ്കൂളിൻ്റെ അധ്യാപകർ. അതിൽ പ്രധാന അധ്യാപകനായിട്ട് ചുമതലയുള്ളത് ആലപ്പുഴ സ്വദേശി ഉണ്ണികൃഷ്ണനും അതുപോലെ മെഹബൂബ് മലപ്പുറം സ്വദേശിയാണ്. ആദിൽ അദ്ദേഹം ഇവിടുത്തെ ഈ നാട്ടുകാരൻ തന്നെയാണ്. വാസ്തവത്തിൽ ഇന്ന് ആ സ്റ്റോറിയൊക്കെ വായിക്കുമ്പോൾ ഭയങ്കരമായൊരു ഷോക്കിലാണ്. എന്ന് പറയുന്നത് ഒരാൾക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ, ഒരു അധ്യാപകനും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ഞങ്ങളുടെ മനസ്സൊക്കെ ഇപ്പോൾ കല്ലുപോലെയായിരിക്കാൻ എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. വേണ്ടാത്തവരായിട്ട് ഒരാൾ പോലും ഇല്ല. അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ച നാട്ടുകാരാണ്. ഞങ്ങൾക്ക് അവരെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ്, രക്തബന്ധുക്കളാണ്. ഏത് വീട്ടിലും ഞങ്ങൾക്ക് ഏത് സമയത്ത് ജോലിയായിട്ടല്ല ഞങ്ങൾക്ക് ഇത്രയും 10-18 കൊല്ലം അനുഭവപ്പെട്ടത്. ഞങ്ങൾക്കൊരു കടയിൽ ചെന്ന് ചായ കുടിക്കാൻ പറ്റത്തില്ല. കടയിൽ കയറി ചായ കുടിച്ച് ആരെങ്കിലും പൈസ കൊടുത്തിട്ട് പോകും. ബസ് ഇറങ്ങാൻ പറ്റത്തില്ല. അവിടെ ഒന്ന് ചുരമല അങ്ങാടിയിൽ നാട്ടിൽ നിന്ന് വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാഗ് വന്ന് എടുത്തുകൊണ്ട് പോവാണ്. സാറേ ഞങ്ങൾ ആ വഴിക്ക് അങ്ങോട്ട് വെച്ച് അത്രയ്ക്ക് ഞങ്ങൾ സ്നേഹിച്ച നാട്. 2006 സാറ് ഇവിടെ ആലപ്പുഴയിൽ നിന്ന് അധ്യാപകനായിട്ട് വരുന്നത്. പിന്നെ അങ്ങോട്ട് പോയില്ല, ട്രാൻസ്ഫർ ഒരു പ്രാവശ്യം കിട്ടിയായിരുന്നു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ എല്ലാവരും കൂടെ ഭയങ്കര എന്തൊക്കെയോ സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തി അത് ട്രാൻസ്ഫർ മാറ്റി. അത്ര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവരിൽ ഒരാളായിട്ടാണ്. എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടല്ലേ. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. സ്കൂളിലെ പഠനമാണെങ്കിലും അവിടുത്തെ രക്ഷിതാക്കളെന്ന് പറഞ്ഞാൽ സാറേ അവരെല്ലാവരും രാവിലെ തോട്ടത്തിലും മറ്റും പണിക്ക് പോകുന്ന രക്ഷിതാക്കളാണ്. അപ്പോൾ സ്കൂളെന്ന് പറയുന്നത് അവർക്ക് ഒരു സുരക്ഷിത സ്ഥാനമാണ്. മക്കളെ രാവിലെ സ്കൂളിൽ അയച്ചു കഴിഞ്ഞാൽ അവർ ജോലിക്ക് പോകും. പിന്നെ തിരിച്ചു വരുന്ന വൈകിട്ടാണ്. ആ സമയത്ത് മക്കൾ വീട്ടിലെത്തുമല്ലോ. അപ്പോൾ ഒന്നാമത് സ്കൂളിനെ ഒരു സുരക്ഷിത സ്ഥാനമായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കണ്ടിരുന്നത്. പിന്നെ പഠനം രണ്ടാമത്തെ കാര്യമായി. പിന്നെ നമ്മളെല്ലാവരും ദൂരെ നിന്ന് വന്ന് നിൽക്കുന്നവരായതുകൊണ്ട് നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മൾ എപ്പോഴും സ്കൂളിൽ തന്നെയാണ്. ചിലപ്പോൾ സ്കൂളിൽ തന്നെ കിടന്നുറങ്ങും. 24 മണിക്കൂർ സ്കൂളിൽ തന്നെ. ഞങ്ങളൊക്കെ സ്കൂൾ വിട്ട് കഴിഞ്ഞാലും ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. രാത്രി 7-8 എപ്പോഴാണോ നമുക്ക് പോകാൻ തോന്നുന്നത് അപ്പോഴേ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോകാറുണ്ടായിരുന്നത്. പിന്നെ സ്കൂളിനടുത്താണ് ചൂരമല അങ്ങാടി. ഞങ്ങൾ സ്കൂളിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഈ അങ്ങാടി ചെല്ലും. അപ്പോൾ ആ നാട്ടിലുള്ള മുഴുവൻ ആണുങ്ങളും ഈ അങ്ങാടിയിലുണ്ട്. എല്ലാവരും വരും, ഒരു ആവശ്യമില്ലെങ്കിലും എല്ലാവരും വരും. അപ്പോൾ നമ്മൾ എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കും. 4-5 ചായക്കടയുണ്ട്. ഓരോ കടയിൽ നിന്ന് മാറി മാറി ചായ കുടിക്കും. ആ ജനങ്ങൾ അങ്ങനെയാണ്. ഒരു ദിവസം ഒരു കടയിൽ നിന്ന് ചായ കുടിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം മറ്റേ കടയിൽ നിന്നായി. അപ്പോൾ എല്ലാവരും ബന്ധുക്കളായിട്ട് കഴിഞ്ഞൊരു നാടാണ്. നമ്മൾക്ക് ഇതിന് ഉണ്ടായത് കൊണ്ടുമല്ല പറയുന്നത്. ഞാൻ എപ്പോഴും നാട്ടിലൊക്കെ ചെന്ന് പറയും ഇങ്ങനെ ഒരു നാടുണ്ട്. നമ്മൾ കഥകളിലും സിനിമകളിലുമൊക്കെ പോലും ഇതുപോലൊരു നാടിനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നൊക്കെ ആളുകളെ സുഹൃത്തുക്കളൊക്കെ ഇഷ്ടംപോലെ വരും. ഒരു പ്രാവശ്യം വരുന്നവർ അടുത്ത വർഷവും വരും. അത്ര സുന്ദരമായ നാടായ സ്ഥലം. ഓരോ പ്രഭാതത്തിനും ഓരോ സൗന്ദര്യമായിരുന്നു. ജീവിച്ച് കൊതി തീർന്നിട്ട് 18 കൊല്ലം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇന്നലെ വന്ന പോലെയാണ് ഒന്ന്. ജോലിയായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ആസ്വദിക്കുക, ജോലി ആസ്വദിക്കുക. ശമ്പളം കിട്ടുമ്പോൾ മാത്രമാണ് ഇത് ജോലിയാണെന്ന് തോന്നിയിട്ടുള്ളത്. ആ ദിവസം മാത്രം. സാർ എത്ര പിള്ളേർ പഠിക്കുന്നുണ്ട്? 502 കുട്ടികൾ, 1 മുതൽ 10 വരെ. ദിവസം എത്ര പേരുണ്ടായിരുന്നു? ഈ സംഭവം നടക്കുന്ന തലേദിവസം മിക്കവാറും സ്കൂളിലുള്ള ദിവസം എല്ലാ കുട്ടികളും വരും. അങ്ങനെ എന്തെങ്കിലും അവർക്ക് സ്കൂളിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് സാറേ. ഓരോ ദിവസവും ഉത്സവമാണ്, ആഘോഷമാണ് എന്നും. അതുകൊണ്ട് തന്നെ മക്കളാരും വീട്ടിൽ ഇരിക്കത്തില്ല, എല്ലാവരും സ്കൂളിൽ വരും. നമുക്ക് അങ്ങനെ വലിയ വരാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റു കാരണങ്ങളോ കൊണ്ട് വരാത്തവരുണ്ട്. ഉടനെ തന്നെ അവരെ വിളിച്ച് എല്ലാവരും മക്കളും വരും. എത്ര പേരെ കണ്ടു ഈ ദുരന്തത്തിന് ശേഷം? കുട്ടികൾ പലരും പല ക്യാമ്പുകളിലായിട്ട് ഉണ്ട്. എത്ര പേരൊന്നും ഓർക്കുന്നില്ല. കുട്ടികളൊക്കെ ഉണ്ട്. ചിലർ ബന്ധുവീട്ടുകളിലാണ്, ചിലർ ബോഡി കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ മക്കൾ. ഇത് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഞങ്ങളെ ആയിരിക്കും ചിലപ്പോൾ വിളിക്കുന്നത്, ആരാണെന്നറിയാം. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്.
ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കാണാത്തവരിനി എത്രയുണ്ട് അങ്ങനെ വല്ലവരും? ഉണ്ട് സാർ, കൃത്യമായ കണക്കില്ല. കാണാത്തവരെന്ന് പറയുമ്പോൾ നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തവരാണല്ലോ. ചിലപ്പോൾ അവർ ഫോണില്ലാത്തതുകൊണ്ടായിരിക്കാം, ഇപ്പോൾ ബന്ധു വീട്ടിൽ പോയതുകൊണ്ടായിരിക്കും, ഒക്കെയായിരിക്കും. ഈ അന്ന് അവിടെ ആ പരിസരത്തല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്? എന്തുകൊണ്ടാണെന്ന് ഈ ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് വേണേൽ പറയാം. അത് എൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ചു. അപ്പോൾ അവിടുന്ന് വിളി വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയി. അപ്പം അത് സ്കൂളിലല്ലേ ഞങ്ങൾ കിടക്കുന്ന, ഈ കനത്ത മഴയായതുകൊണ്ട് സ്കൂളിൽ വന്നത് കോൺക്രീറ്റ് കെട്ടിടമായതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടെന്ന് വിചാരിച്ച് സ്കൂളിൽ വന്ന് ഞങ്ങൾ എല്ലാ ദിവസവും വൈകിട്ട് വന്ന് കിടക്കുന്നു. അപ്പോൾ ഞാൻ ഈ മരണം ഉണ്ടായതുകൊണ്ട് പോയതുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകർ എന്ത് ചെയ്തു, ഞാനില്ലാത്തതിൻ്റെ കാരണത്താൽ അവർ ഈ മേപ്പാടി വേറൊരു അധ്യാപക സുഹൃത്തിൻ്റെ അടുത്ത് വന്ന് താമസിച്ചു. എന്നാണ് ഈ സംഭവം. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അവിടെ ചെന്നപ്പോഴാണ് സാറേ ഈ വാർത്ത രാത്രി 2 മണിയാകുമ്പോൾ അറിയത്. അന്നേരം തന്നെ അവിടുന്ന് പുറപ്പെട്ടു. ബസ്സൊന്നുമില്ല, നടന്ന് തന്നെ എത്തണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് പോകുന്നത്. എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അന്ന് മാറി താമസിക്കായിരുന്നു. എൻ്റെ വീട് മേപ്പാടി കുറച്ച് അപ്പുറത്താണ്. ഞാൻ അവിടെ ആയിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. രാവിലെ ഞങ്ങൾ ഗ്രൂപ്പുകളിലും മറ്റും എനിക്ക് രാവിലെ ഒരുപാട് കോളുകൾ വന്നിരുന്നു. നാട്ടിലുള്ളവരും കുട്ടികൾ രക്ഷിതാക്കളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ഉണ്ടോ അത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് കോൾ വന്നിരുന്നു. അന്ന് പുലർച്ചെ തൊട്ട് പലരെയും വിളിക്കാൻ തുടങ്ങിയതാണ്. പലരും സ്വിച്ച് ഓഫ്, പലരും പരിധിക്ക് പുറത്ത്. കുറച്ച് പേര് മാത്രം സേഫാണ് സാറേ എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു. അന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് കുട്ടികളെ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളെ എന്തോ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടൊരു സ്ഥലമായിരുന്നു. അത്രയും വയനാട്ടിൽ തന്നെ ഏറ്റവും, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു അത്. അവിടുത്തെ ജനങ്ങളെല്ലാം അത്രയും നിഷ്കളങ്കരായിരുന്നു സാറേ. അവിടുത്തെ കുട്ടികൾ അത്രയും സ്നേഹനിധികളായ കുട്ടികളായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ മൊത്തത്തിൽ തുടച്ചു നീക്കാനാണ് അത് അങ്ങനെ ആക്കിയത് എന്ന് അറിയില്ല. എങ്ങനെയാ സംഭവത്തിൽ തിങ്കളാഴ്ചയായിരുന്നു, മഴ കനത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്ത് പ്രാദേശിക അവധിയായിരുന്നു തിങ്കളാഴ്ച. അപ്പോൾ അടുത്ത ദിവസം സ്കൂളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാനവിടെ നിന്നതാണ്. തിങ്കളാഴ്ച സാറ് നിൽക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ കുറച്ച് മാറിയിട്ടാണ് എൻ്റെ ക്വാർട്ടേഴ്സ്, ടൗണിലോട് ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഭാഗം സേഫാണ്, കാരണം ഒരു സാധ്യതയില്ല, അങ്ങോട്ടൊക്കെ ഉരുൾപൊട്ടലെത്താനൊന്നും സാധ്യത ഇല്ല എന്നൊരു രീതിയിലാണ് സേഫ് പ്രദേശമായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. അന്ന് പുലർച്ചെയാണ് 1 മണി 2 മണി സമയത്താണ് സംഭവം ഉണ്ടാകുന്നത്. എന്താ പറയുക, നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിനപ്പുറം എന്താ വിട്ടുപോയി. ഞങ്ങളൊരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ് ക്വാർട്ടേഴ്സ്. താഴെ ഒരു നില, ഞാൻ മേലെയാണ്, അതുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. താഴെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചറെ റൂമിലേക്കൊക്കെ വെള്ളം കയറി. അപ്പോഴേക്കും ടീച്ചറെ ഒരു കബോർഡ് ഉണ്ടായിരുന്നു, ക്യാബിൻ പോലെ, അതൊക്കെ പൊളിച്ച് ടീച്ചറെ മേലേക്ക് കയറ്റി. ചുറ്റുവട്ടത്തും കരച്ചിൽ മാത്രമായിരുന്നു. ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ മേലെ കയറി നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ച പറഞ്ഞാൽ വെള്ളം അടിച്ചു വരികയാണ്, വാഹനങ്ങളും കല്ലും മണ്ണും. അങ്ങനെ അടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് മേലെ ഭാഗത്തുനിന്നാണ് താഴേക്ക് നിന്ന് ഈ കാഴ്ച കാണുന്നത്. ഞാൻ എൻ്റെ ബിൽഡിങ്ങിൻ്റെ മേലിൽ നിന്ന് കാണാം ഇത് വരുന്നതും. ഇതൊക്കെ ആളുകൾ കൂട്ടം കൂടുന്നതും, പാലം ഒലിച്ചു പോയിരുന്ന കരച്ചിലാണ് ആളുകൾ 8 ഭാഗത്തുനിന്നും. സാറേ രക്ഷിക്കണേ രക്ഷിക്കണേ. എൻ്റെ അടുത്ത് ടോർച്ച് ഉണ്ടായിരുന്നു. ടോർച്ച് വെട്ടം കണ്ടിട്ടായിരിക്കും 4 ഭാഗത്തുനിന്നും കരച്ചിലാണ് കേൾക്കുന്നത്. എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഗ്രില്ല് തുറന്നാൽ നമ്മൾ ഒലിച്ചു പോകുന്നൊരു അവസ്ഥ. അപ്പോഴേക്കും കുറേ ആളുകളൊക്കെ എത്തി, മറ്റു സ്ഥലത്തു നിന്നൊക്കെ ആളുകളൊക്കെ എത്തി. മനസ്സൊന്നും പോകുന്നില്ല സാറേ. ഓരോ ക്ലാസ്സിൽ നിന്നും ഇനി പോകുമ്പോൾ 4 5 മക്കളൊന്നും ഇല്ല ഞങ്ങൾക്ക്. പല കുടുംബങ്ങളും തീരെ ഇല്ലാത്ത അങ്ങനത്തെ ഒരവസ്ഥ. എൻ്റെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. വേറെയും 2 3 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെയുള്ള. അവരും ഇതേപോലെ അവിടെ ഒരു കുന്നുണ്ട്, കുന്നിൻ്റെ മേലേക്ക് കയറി രക്ഷപ്പെടുക ചെയ്തത്. അപായം സംഭവിച്ചു? ഇല്ല, ആർക്കും അപായമൊന്നും സംഭവിച്ചില്ല. അതായത് ഫസ്റ്റ് ഉരുൾ പൊട്ടുന്ന സമയത്ത് തന്നെ വെള്ളം ഒലിച്ച് വരുന്നുണ്ട് എന്നൊക്കെ ഇവർ അറിഞ്ഞപ്പോഴേക്കും, സൂചന കിട്ടിയപ്പോഴേക്കും ഇവർ മുകളിലേക്ക് അടുത്തുള്ള ഒരു തേയില തോട്ടത്തേക്ക് മേലേക്ക് കയറി രക്ഷപ്പെട്ടു. പിന്നെ പുലർച്ചെ നേരം എടുക്കാൻ നേരത്താണ് അവർ താഴേക്ക് ഇറങ്ങി വരുന്നത്. പലരും ആദ്യം ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി, പക്ഷെ അവിടെയും ദുരന്തം ഉണ്ടായി. പിന്നെ രാത്രി ആയതുകൊണ്ട്
ഒന്നും മുൻകൂട്ടി കാണാനോ രക്ഷപ്പെടാനോ ഒരു അവസരമില്ലാത്ത അവസ്ഥയായിരുന്നു. ഇനിയില്ല, നിങ്ങൾക്ക് കഴിയില്ല അങ്ങോട്ട് പോകാനോ. കാരണം എല്ലാവരും പ്രിയപ്പെട്ടവരാണ്, നമ്മളെല്ലാവരും അറിയുന്നവരാണ്. അവരെ മക്കളെ ഞങ്ങളങ്ങനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം മറ്റ് ട്യൂഷൻ സെൻ്ററുകൾ, മറ്റ് പഠന സൗകര്യങ്ങളൊന്നും അവർക്കില്ല. അപ്പം അവർ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ അവർ കൂടപ്പിറപ്പാണ്. ഞങ്ങൾക്കും അങ്ങനെ തന്നെ ഇല്ല. അത് ഞങ്ങൾ ഈ സ്കൂളിൻ്റെ വാർഷികം എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ ഉത്സവമാണ് സാർ. നാട്ടിലെ മുഴുവൻ ജനതയെ അങ്ങ് ഏറ്റെടുക്കും. എന്ത് കാര്യം നമ്മൾ പറഞ്ഞാലും അവരങ്ങ് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ സ്കൂളിൻ്റെ വാർഷികം വന്നപ്പം ഓരോ കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ അധ്യാപകരും നാട്ടുകാരും ഒക്കെ ഒരേ യൂണിഫോമിൽ ഒരു ഡ്രസ് കോഡൊക്കെ ഇട്ട്, അപ്പോൾ ആ വാർഷികത്തോട് ചേർന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. നാടിനെ ഒന്ന് ചേർത്ത് നിർത്താനും എല്ലാവർക്കും നാട്ടിൽ പാടി മറക്കാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പാട്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പ്രമോദ് വെളിയനാട്, സിനിമയിലൊക്കെ ഇപ്പോൾ അഭിനയിക്കുന്ന ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ്. അദ്ദേഹം അതിൻ്റെ ഒരു ട്രാക്ക് തന്നു. ആ ട്രാക്കിൽ ഒപ്പിച്ച് സ്കൂളിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ വെച്ച് ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യമൊക്കെ വെച്ച് എഴുതി ഉണ്ടാക്കിയത് വാർഷികം. അതിങ്ങനെയൊക്കെ ആകും എന്ന് വിചാരിച്ചില്ല. എല്ലാം അറം പറ്റിയ വാക്കുകൾ പോലെ ആയിപ്പോയി എല്ലാം. ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. വേറെ ഏതോ നാട്ടിൽ നടന്ന പോലെയാണ് ചിലപ്പോഴൊക്കെ വിചാരിക്കുന്നത്. വേറെ ഏതോ നാട്ടിലായി, നമ്മുടെ നാട്ടിലല്ലെന്ന് വിചാരിക്കുന്നു. പറയാനില്ല സാർ. ഈ ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും പലപ്പോഴും കരഞ്ഞു പോകും.